ഇസ്രായേൽ സംയുക്ത ആക്രമണം ആരംഭിച്ച് 5-ാം ദിവസം പിന്നിടുമ്പോൾ നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി പ്രവാസികൾക്കായി പുതിയ സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകുകയാണ്. മേഖലയിലെ നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് മുന്നറിയിപ്പുകൾ നൽകിയത്. ഗൾഫ് മേഖലയിലെ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം സംഘർഷാവസ്ഥ നിലനിൽക്കുന്നില്ലെങ്കിലും ചില മേഖലകളിൽ ആക്രമണങ്ങൾ നടന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. എന്നാൽ മറ്റ് സ്ഥലങ്ങളിലെ ജനജീവിതം ഇന്നും സാധാരണ നിലയിലേക്ക് മടങ്ങി വരികയാണ്. അതിനാൽ നമ്മൾ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ വലിയ അപകടങ്ങളിലേക്ക് നയിച്ചേക്കാമെന്നും അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ എല്ലാ പ്രവാസികൾ പാലിക്കണമെന്നും പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംഘർഷം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനി നിങ്ങളുടെ ഫോണിൽ അടിയന്തര മുന്നറിയിപ്പോ അലേർട്ടോ മെസ്സേജോ അല്ലെങ്കിൽ പുറത്ത് എന്തെങ്കിലും ശബ്ദങ്ങളോ വെളിച്ചമോ ഒക്കെ കണ്ടാൽ ദയവായി ആരും അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കാൻ പാടില്ല. ഇത് കർശനമായി വിലക്കിയിരിക്കുകയാണ് ഡ്രോൺ ആക്രമണങ്ങളും മറ്റു വീഡിയോയും പകർത്തുകയും ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിരവധി ആളുകളാണ് ഇത് കണ്ട് ആശങ്കപ്പെടുന്നത്. കൂടാതെ ഇത് ഏതെങ്കിലും ഒരു മേഖലയിൽ നടന്നതാണെങ്കിലും യിൽ മുഴുവൻ ഇതേ അവസ്ഥയാണ് തുടരുന്നത് എന്ന് കരുതി നാട്ടിലുള്ള നമ്മുടെ കുടുംബങ്ങളും ആശങ്കയിലാവും. കഴിഞ്ഞ ദിവസങ്ങളിലായി ഇത്തരത്തിൽ നിരവധി ആളുകൾ കൗതുകം കൊണ്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാനോ വേണ്ടി പുറത്തിറങ്ങി വീഡിയോ എടുക്കുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്.